മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേറ്റിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു ഫൈനൽ ടച്ച് എന്ന നിലക്ക് സൈക്കോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻ മെത്തേഡുകളാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ സാധാരണ കേറ്റഡ് പരീക്ഷയ്ക്ക് സൈക്കോളജിയിൽ വരുന്ന ക്വസ്റ്റ്യൻ മെത്തേഡ്സുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ആ ക്വസ്റ്റ്യൻ മെത്തേഡ്സിന്റെ കീഴിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ആയിട്ടും അല്ലാതെയൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫൈനൽ ടച്ച് പോലെ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ആ ടോപ്പിക് പഠിക്കുന്നതോടൊപ്പം തന്നെ ആ ചോദ്യങ്ങളെ പരിശീലിക്കാനും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് അറിയാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു 7 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ മെത്തേഡുകൾ, ചോദ്യ രൂപങ്ങൾ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അത് ഏത് കാണാത്ത ആളുകൾ പോയിട്ട് അത് എന്ത് ചെയ്യുക, അത് കാണുക കേട്ടോ. അപ്പൊ ഇന്ന് അതിനകത്ത് ഒന്നാമത്തെ മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ കാറ്റഗറികൾക്കും, ഏതെങ്കിലും ഒരു കാറ്റഗറിക്ക് മാത്രമല്ല, 1, 2, 3, 4 എഴുതുന്ന എല്ലാവർക്കും ഇത് ഒരു യൂസ്ഫുൾ ആകുന്നതാണ്. അപ്പോൾ ഇന്ന് 7 ക്വസ്റ്റ്യൻ മെത്തേഡിലെ, സൈക്കോളജിയിലെ 7 ക്വസ്റ്റ്യൻ മെത്തേഡിലെ ഒരു മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാം, ഒന്നാമത്തേത് ഡയറക്റ്റ് മെത്തേഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് സൈക്കോളജിയിൽ ഒന്ന് വരുന്നത്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ സിമ്പിൾ ആണ്, നമുക്ക് അത്ര ബുദ്ധിമുട്ടിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ മെത്തേഡ് ആണ്. നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻ മെത്തേഡ്. കാരണം ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ ഒരു ടോപ്പിക്കില് ഡയറക്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നെ ചോദിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല, ഒന്നുമില്ല. അപ്പൊ ആ ഡയറക്റ്റ് മെത്തേഡിൽ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി മെത്തേഡുകൾ അടുത്ത വീഡിയോസുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യാം. അതോടൊപ്പം സൈക്കോളജിയിൽ മാത്രം കേട്ടിന്റെ ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് മെത്തേഡുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. ഇത് വളരെ സിമ്പിൾ ആയിരിക്കും. ഈ ഒരു മെത്തേഡ് ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യനും ഇതേയും ഒരു മെത്തേഡ് വന്നാൽ വളരെ സിമ്പിൾ ആയിരിക്കും. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട 7 ക്വസ്റ്റ്യൻ മെത്തേഡുകൾ നോക്കിപ്പോണം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം. വിദ്യാഭ്യാസപരമായി പഠന വൈകല്യമുള്ള കുട്ടികൾ താഴെ പറയുന്നവയിൽ ഏതാണ്? വിദ്യാഭ്യാസപരമായ പഠന വൈകല്യം പറഞ്ഞിട്ടുണ്ടല്ലോ. പഠന വൈകല്യം ഏതാണ്? ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണോ, ബാക്ക്വേർഡ് ചിൽഡ്രൻ ആണോ, അതുപോലെ മെന്റലി റിട്ടേർഡ് ആയിട്ടുള്ള ചിൽഡ്രൻ ആണോ, പിന്നെ അതുപോലെ തന്നെ ബിഹേവിയർ ഡിസോർഡർ ഉള്ളവരാണോ? ഏതാണ് വരുന്നത്? പഠന വൈകല്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പഠന വൈകല്യം എന്ന് പറയുമ്പോൾ ബുദ്ധിമാന്ദ്യമോ അതിൽ പെരുമാറ്റ വൈകല്യമോ അല്ല. പിന്നെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ കുറച്ചും കൂടി ഉയർന്നു നിൽക്കുന്നവരാണ്, ലേണിംഗ് ഡിസബിലിറ്റി ഇല്ലാത്തവരാണ് അല്ലെ. സ്വാഭാവികമായിട്ടും എന്താണ്, പിന്നോക്കക്കാരായ കുട്ടികൾ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? then അടുത്ത ക്വസ്റ്റ്യൻ, പരസ്പരം ബന്ധപ്പെട്ട വസ്തുതകളും ആശയങ്ങളും പൊതുവിജ്ഞാനത്തിന്റെ ഭാഗമാണ്. ഇത് ഏത് തരം ഓർമ്മയാണ്? അപ്പോൾ മെമ്മറിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ടിട്ടുള്ള മെമ്മറിയുടെ ഇനങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചു പോകുന്നുണ്ട്. ആ ഇനങ്ങൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്, പൊതുവിജ്ഞാനം അല്ലെങ്കിൽ ഒരു വസ്തുക്കളെ സംബന്ധിച്ചുള്ള ആശയം. ഇപ്പൊ GK ഇതൊക്കെ ഏത് മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാം? എപ്പിസോഡിക് മെമ്മറി, അതുപോലെ എക്സ്പ്ലിസിറ്റ് മെമ്മറി, ഇംപ്ലിസിറ്റ് മെമ്മറി, സെമാന്റിക് മെമ്മറി. ഏതാണ്? അപ്പൊ നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഇപ്പൊ ആശയങ്ങൾ, നമ്മൾ സെമിനാർ ആകുമ്പോൾ സെമിനാറിലല്ലേ നമ്മൾ ആശയങ്ങൾ പറയുന്നത്, നമ്മുടെ GK പറയുന്നത്, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ സെമാന്റിക് മെമ്മറിയിലാണ് ഇത് തരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഓരോ മെമ്മറിയിലും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. എപ്പിസോഡിക് മെമ്മറിയിൽ ഏതാണ് വരുന്നത്, അതുപോലെ ഇംപ്ലിസിറ്റ് മെമ്മറി, എക്സ്പ്ലിസിറ്റ് മെമ്മറി, ഇത് ഡിവൈഡ് ചെയ്തിട്ടാണ് താഴെ പറയുന്ന എപ്പിസോഡിക് മെമ്മറിയും സെമാന്റിക് മെമ്മറിയും അതുപോലെ പ്രൊസീജിയർ മെമ്മറിയും ഒക്കെ വരുന്നത്. സോ ആ മെമ്മറിയുടെ ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് നിർബന്ധമായിട്ടും കാണുക. ഇവിടെ സെമിനാർ എന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ ഒരു ആശയം നമ്മൾ പറയുന്നു, ഒരു GK ഓർത്തെടുക്കുന്നു, സെമാന്റിക് മെമ്മറി. ലാസ്റ്റ് എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നത് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കിയേ, കുട്ടിയിൽ നിലവിലുള്ള അറിവിനെ പിയാഷെ വിളിച്ചത് എന്താണ്? ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഇതേ ചോദ്യം ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, പക്ഷെ ഇത് ഡയറക്റ്റ് ആയിട്ട് PYQ വന്നിട്ടൊരു ചോദ്യമാണ്. അസിമിലേഷൻ, അക്കമഡേഷൻ, സ്കീമ, നൺ ഓഫ് ദിസ്. നിങ്ങൾ ആൻസർ പറഞ്ഞു നോക്കാം. ഏതാണ് നിലവിലുള്ള അറിവിനെ പിയാഷെ വിളിച്ചത്? സ്കീമ എന്നുള്ളതാണ്. വെരി ഗുഡ്. then അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് എടുത്തു കൊണ്ടേണ്ട, കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ, പ്രത്യേകിച്ച് ചിന്തിക്കാനും ചർച്ച ചെയ്യാനൊന്നുമില്ല. നിങ്ങൾ ടോപ്പിക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ലാഡിന്റെ പൂർണ്ണ രൂപം എന്താണ്? ലാംഗ്വേജ് അക്യൂർഡ് ഡിവൈസ്, ലാംഗ്വേജ് അഡ്മിറ്റഡ് ഡിവൈസ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, നൺ ഓഫ് ദീസ്. LAD ലാഡ് നമുക്കറിയാം, നോം ചോംസ്കിയുടെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ പരീക്ഷകളും, അല്ലെങ്കിൽ മിക്കവാറും പരീക്ഷകൾക്കും റിപ്പീറ്റ് ചെയ്ത് നോം ചോംസ്കി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ലാഡ്. ലാഡ് ആരുമായി ബന്ധപ്പെട്ടാണ്?
നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ടാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഭാഷയെ ആർജിച്ചെടുക്കുവാനുള്ള ഒരു ഉപകരണം, ഒരു ഡിവൈസ് കുട്ടിയുടെ ബ്രെയിനിൽ ഉണ്ട് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ നോം ചോംസ്കി പറയുന്നത്. അപ്പൊ അതിന്റെ ഫുൾ ഫോം എന്താണ്? കിട്ടിയിട്ടുണ്ടാവും. എനിക്കൊരു കൺഫ്യൂഷൻ ഇല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത് സി ആണ് കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സംഘം ഒരു പ്രശ്ന പരിഹരണ രീതി കണ്ടെത്തുന്ന മാർഗം. ഒരു സംഘമാണ്, ഒരാൾ ഒറ്റയ്ക്കല്ല, ഒരു സംഘം എന്ത് ചെയ്യാണ്? ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്ന രീതിക്ക് എന്താ പറയാ? മൈക്രോ ടീച്ചിങ് എന്നാണോ, റെസിപ്രോക്കൽ ടീച്ചിങ് അഥവാ പ്രതിക്രിയാധ്യാപനം എന്നുള്ളതാണോ, ബ്രെയിൻ സ്റ്റോമിംഗ് മസ്തിഷ്ക പ്രക്ഷാളനം എന്നുള്ളതാണോ, റൂട്ട് ലേണിംഗ് എന്നുള്ളതാണ്? ഒരു സംഘമാണ് വരുന്നത് അല്ലെ. ആ സംഘം വരുമ്പോൾ നമുക്ക് ഏത് പറയാം? ഇതിനുണ്ടാവും കറക്റ്റ് ആൻസർ ബ്രെയിൻ സ്റ്റോമിംഗ് എന്നുള്ളതാണ്. ഒരു ഗ്രൂപ്പായിട്ട് ഒരു പ്രശ്നത്തെ കരിയുന്നത്. ഓസ്ബോൺ ആണ് ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ലേണിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വൈഗോട്സ്കിയാണ് ഓർമ്മ വരുന്നത് അല്ലേ. അപ്പൊ അതിൽ പെടുത്താവുന്നതാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക്, ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. കോൾബർഗിന്റെ സിദ്ധാന്തം ഏത് വികസനവുമായി ബന്ധപ്പെട്ടതാണ്? മോട്ടിവേഷൻ, ഇമോഷൻ, ക്രിയേറ്റിവിറ്റി, മോറൽ. അല്ല, ഇത് ഡയറക്റ്റ് മെത്തേഡ് ചോദ്യങ്ങളാണ് കേട്ടോ. പക്ഷെ ഇത് കണ്ടിട്ട് ഇത് തന്നെ ആയിരിക്കും എല്ലാ മെത്തേഡുകളും വിചാരിക്കരുത്. ആ 7 മെത്തേഡുകളും കണ്ട ആളുകൾക്ക് അറിയാം. അതിനകത്ത് ഒന്നാമത്തെ മെത്തേഡും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മെത്തേഡാണ് സൈക്കോളജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാറ്റഗറിയിലും ഉണ്ടാവും, കേട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏതാണ് കോൾബർഗിന്റെ സിദ്ധാന്തവുമായി വികസനവുമായി ബന്ധപ്പെട്ട് വരുന്നത്? ഓപ്ഷൻ ഡി, മോറൽ. അതാരും തെറ്റാൻ സാധ്യതയില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. മോറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടാണ് കോൾബർഗിന്റെ സിദ്ധാന്തം നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുപോലെ റിസപ്ഷൻ ലേണിംഗ് തിയറി ആരുടേതാണ്? ബ്രൂണർ, ഹൊസബൽ, കോൾബർഗ്, മാസ്ലോ. റിസപ്ഷൻ ലേണിംഗ് തിയറി, ഈ തിയറിയുടെ പേര് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന 2 പേരുകൾ, ഹൊസബൽ, ബന്ദൂര, ബ്രൂണർ അല്ലെ. അപ്പൊ ആ ഒരു കഥ സ്റ്റോറി ഓർത്തു കഴിഞ്ഞാൽ ഒരു ടേംസ് നിങ്ങൾ എന്ത് ചെയ്യില്ല, മറന്നു പോകില്ല. ഇവിടെ റിസപ്ഷൻ എന്ന് പറയുമ്പോൾ അല്ല അഡ്വാൻസ് കൊടുത്തു, ബെല്ലടിച്ചു അല്ലെ. അപ്പൊ ഹൊസബൽ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. എട്ടാമത്തെ ചോദ്യം, ചെറിയ ആശയങ്ങളുടെ തുടർച്ചയായിക്കൊണ്ട് വലിയ ആശയങ്ങളിലേക്ക് എത്തിച്ചേരുന്ന പഠന രീതി ഏതാണ്? ലെക്ചർ മെത്തേഡ്, സ്പൈറൽ കരിക്കുലം, ഡിസ്കവറി ലേണിംഗ്, ഒബ്സർവേഷൻ ലേണിംഗ്. അത് ചെറിയൊരു ആശയം പറയും, ആ ചെറിയ ആശയത്തെ തുടർന്ന് കൊണ്ട് എന്ത് ചെയ്യുക? വലിയ ആശയങ്ങൾ പറയാം. ചെറിയ ആശയം പറയും, പിന്നെ വലുത് വലുത് വലുത്, ഇങ്ങനെ സ്പൈറൽ പോലെ പോകുക അല്ലെ. അതിനെന്താ പറയുന്നത്? സ്പൈറൽ കരിക്കുലം. ഡയറക്റ്റ് ആയിട്ട് സ്പൈറൽ കരിക്കുലം എന്താണെന്ന് പഠിച്ചുള്ള ആൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിലേക്ക് എത്താൻ സാധിക്കും. ബ്രൂണറുടേതാണ് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ സ്പൈറൽ കരിക്കുലം ബ്രൂണറുടേതാണ്. അതുപോലെ തന്നെ ഡിസ്കവറി ലേണിംഗ്, കണ്ടെത്തൽ പഠനവും ബ്രൂണറുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ബി ആണ് കറക്റ്റ് ആൻസർ. ദെൻ അഡ്വാൻസ് ഓർഗനൈസർ ആരുടെ തിയറിയുമായി ബന്ധമുള്ളതാണ്? വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. വൈഗോട്സ്കി, ഗാഗിനെ, ഒസബൽ, പിയാഷെ. അഡ്വാൻസ് ഓർഗനൈസർ, റിസപ്ഷൻ ലേണിംഗ് ഒസബൽ ആണെന്ന് പറഞ്ഞു, അഡ്വാൻസ് ഓർത്ത് നോക്കുക. ദെൻ ഒസബൽ ആണ് അഡ്വാൻസ് ഓർഗനൈസർ വരുന്നത്, ഒസബൽ ആണ്, അദ്ദേഹത്തിന്റെ തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ദെൻ 10ാമത്തെ ചോദ്യം, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണോ? കാരണം ഇത് ഡയറക്റ്റ് ആയിട്ടാണ്. ആ ടോപ്പിക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് പഠിച്ചിട്ടുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതെന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യം തന്നെ ഇവിടെ ഇല്ല. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ആരുമായി ബന്ധപ്പെട്ടതാണ്? ഒരു സംശയമില്ല, എല്ലാവരും ആൻസർ ചെയ്യും. ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഡയറക്റ്റ് മെത്തേഡ് ക്വസ്റ്റ്യൻ ആണ്. പാവ്ലോ ആണ് അല്ലെ. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി പാവ്ലോവുമായി ബന്ധപ്പെട്ടതാണ്. വെരി ഗുഡ്, എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. പ്രക്ഷേപണ തന്ത്രങ്ങൾ അഥവാ പ്രൊജക്റ്റീവ് ടെക്നിക്സിലെ കാരണവർ എന്നറിയപ്പെടുന്നത് ആരാണ്? PIQ-ആയിട്ട് വന്നിട്ടൊരു ചോദ്യമാണ്. പ്രക്ഷേപണ തന്ത്രങ്ങൾ പേഴ്സണാലിറ്റി അസസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തിത്വ മാപനങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പഠിച്ച 3 മെത്തേഡാണ് സബ്ജക്റ്റീവ് മെത്തേഡ്, ഒബ്ജക്റ്റീവ് മെത്തേഡ് അഥവാ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇതിലെ കാരണവർ എന്നറിയപ്പെടുന്നത് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലെ. റോഷാസ് ഇങ്ക് ബ്ലോക്ക് ടെസ്റ്റ് ആണ് അതിന്റെ കാരണവർ എന്ന് അറിയപ്പെടുന്നത്. 12ാമത്തെ ചോദ്യം, 2 ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ് ആരുടേതാണ്? നമ്മുടെ വീഡിയോനകത്തുണ്ട് ഇന്റലിജൻസ് തിയറികളുടെ അതിന്റെ പേരുകളും. ഒരു പ്രാവശ്യം കണ്ടാൽ മതി അല്ലെ. ഒത്തിരി പേര് അത് കണ്ടു, ഒരുപാട് നല്ല കമന്റ് പറഞ്ഞു കേട്ടോ. കാരണം എന്താണ്, ഇത് ശരിയാണ്, നോട്ടൊന്നും വേണ്ട, ഒരു പ്രാവശ്യം കണ്ടപ്പോൾ തന്നെ ഇത് കിട്ടി, ഇത് കുറെ കൺഫ്യൂഷൻ ഉള്ള ഒരു ഭാഗമാണ് എന്നൊക്കെ കുട്ടികളെ പറഞ്ഞു. ഒരുപാട് സന്തോഷം കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് സിമ്പിൾ ആക്കുന്ന രൂപത്തിൽ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്. സോ കുറച്ച് കണക്ഷൻസ് കോഡുകളൊക്കെ വെച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇത് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വിശ്വാസം. ആ ഒരു വീഡിയോ കണ്ടവർക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. 2 ഫാക്ടർ തിയറി ആരുടേതാണ് അല്ലെ? സ്പിയർമാന്റെ ആണ് 2 ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ്. ഇതും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇനി ഗ്രൂപ്പ് ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ് ആരുടേതാണ്? ഗ്രൂപ്പ് ഫാക്ടർ ഡയറക്റ്റ് ചോദ്യം തന്നെയാണ്. ഗ്രൂപ്പ് അല്ലെ, ഗ്രൂപ്പ് ഒരു 10 പേരുടെ ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പോ തേഴ്സ്റ്റൺ ആണ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസിന്റെ ആളായിട്ട് വരുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, തേഴ്സ്റ്റൺ ആണ് വരുന്നത്. അടുത്ത
ചോദ്യം, ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ഒരു ലൈവ് ഡിസ്കഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് തരം കോംപ്ലക്സുകൾ അല്ലെ, ഇഡിപ്പസ് കോംപ്ലക്സ് അതുപോലെ ഇലക്ട്രാ കോംപ്ലക്സ്. ആരുടേതാണ്? ഒരു ഡൗട്ടും ഇല്ല, ആരുടേതാണ്? ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, സിഗ്മണ്ട് ഫ്രോയിഡിന്റേതാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്നാണ് ഇരിക്കുന്നത്, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് കറക്റ്റ്. അത് തിരുത്തി മനസ്സിലാക്കാം. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ദെൻ അടുത്ത ചോദ്യം, ഗാഗ്നയുടെ പഠന ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന ശ്രേണി ഏതാണ്? ഗാഗ്ന ഹൈറാർക്കി ഓർക്കണം, മാസ്ലോ ഹൈറാർക്കി ഓർക്കണം, രണ്ടും മാറിപ്പോകരുത്. ഗാഗ്നയുടെ ലേണിംഗ് ആണ്, മാസ്ലോയുടെ എന്താണ് മോട്ടിവേഷൻ ഹൈറാർക്കി ആണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഗാഗ്നയുടെ ഏറ്റവും ഉയർന്നു വരുന്നത് ഏതാണ്? ചില ആളുകളെങ്കിലും സെൽഫ് ആക്ച്വലൈസേഷൻ പറയാൻ സാധ്യതയുണ്ട്, നന്നായിട്ട് പഠിച്ചവർ അത് പറയില്ല. കറക്റ്റ് ആൻസർ നൺ ഓഫ് ദീസ് ആണ്. അത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് മാസ്ലോയുടെ തിയറിയിലും ഉയർന്ന ശ്രേണിയാണ്, അത് അങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. എന്നാൽ ഗാഗ്നയുടെ ഉയർന്ന ശ്രേണി എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് ആണ്. പല കുട്ടികളും ആൻസർ പറഞ്ഞിട്ടുണ്ട്, ചില കുട്ടികൾക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ കണ്ടപ്പോൾ ചെറിയൊരു ഡൗട്ട് വന്നിട്ടുണ്ട്, അങ്ങനെ ഡൗട്ട് വരരുത്. ഓക്കെ, സെറ്റ് ആവണം. അപ്പോൾ ഇവിടെ ഡി ആണ് കറക്റ്റ് ആൻസർ. ദെൻ 16ാമത്തെ ചോദ്യം, അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ തിയറിയുമായി എന്തുമായി ബന്ധപ്പെട്ടതാണ്? നീഡ്സ്, അദ്ദേഹത്തിന്റെ നീഡ്സ് തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്, നീഡ്സ് ഹൈറാർക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുമായി ബന്ധപ്പെട്ടാണ്? ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടതാണോ? മോട്ടിവേഷൻ ആണോ? ക്രിയേറ്റിവിറ്റി ആണോ? കൺവേർജൻ തിങ്കിങ് ആണോ? കറക്റ്റ് ആൻസർ ഇപ്പൊ പറഞ്ഞ് വായ നിർത്തുള്ളൂ അല്ലെ. ഇതാണ് മോട്ടിവേഷൻ തിയറിയാണ്, അഭിപ്രേരണ തിയറിയാണ് അദ്ദേഹത്തിന്റെ ഹൈറാർക്കി. ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് പറയുന്നത് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടതാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറി ആരുടേതാണ്? പിവൈക്യുമായി പലതവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഡയറക്റ്റ് മെത്തേഡ് ക്വസ്റ്റ്യൻ ആണിത്. ഏതാണ്? നമുക്കറിയാം, ഒരു സംശയമില്ല, മെക്ലെലൻഡ് ആണ് കേട്ടോ. അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറിയുടെ മെക്ലെലൻഡ് ആണ് ഇത് വരുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. ഒരു പ്രാവശ്യം ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു, നമുക്കത് ഇൻഡയറക്റ്റ് മെത്തേഡ് ക്വസ്റ്റ്യൻ മെത്തേഡിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 18ാമത്തെ ചോദ്യം, കണക്ക് പരീക്ഷ ബുദ്ധിമുട്ടായപ്പോൾ സുരേഷ് അധ്യാപകനെ കുറ്റപ്പെടുത്തുന്നു. ഇത് ഏത് തരം സമായോജന തന്ത്രമാണ്? ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? നമുക്കറിയാം, പ്രൊജക്ഷൻ അല്ലെ, പ്രൊജക്ഷൻ ആണ്, പ്രക്ഷേപണം എന്ന് പറയുന്ന പ്രൊജക്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ടേംസുകൾ മാക്സിമം നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു ഇതുപോലെ കേട്ടോ, നിങ്ങൾക്ക് ഏതാണ് സിമ്പിൾ അതുപോലെ പഠിക്കാം. അക്കങ്ങൾ തമ്മിൽ മാറിപ്പോകുന്ന ഫഹദിന് ഏത് തരം പഠന വൈകല്യമാണ്? അക്കങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? മാറിപ്പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്തുമായാണ്? മാത്സുമായി ബന്ധപ്പെട്ടതാണ്. കറക്റ്റ് ആൻസർ ഡിസ്കാലിക്കുലിയ എന്നുള്ളതാണ്. 19ാമത്തെ ചോദ്യത്തിന്റെ ഡിസ്കാലിക്കുലിയ. ദെൻ 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഡിസ്കവറി ലേണിംഗ് അഥവാ കണ്ടെത്തൽ പഠനം എന്ന ആശയം മുന്നോട്ട് വെച്ചതാര്? പലതവണ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡയറക്റ്റ് മെത്തേഡ് ക്വസ്റ്റ്യനിൽപ്പെട്ട ചോദ്യമാണ്. പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, മാസ്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, സ്പൈറൽ കരിക്കുലവും ഡിസ്കവറി ലേണിംഗും പഠിച്ചു വെക്കുക. അത് ആരുടേതാണ്? ബ്രൂണറുടേതാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ദെൻ 21ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ബ്രൂണറുടെ പഠനഘട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പഠനഘട്ടം പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ 3 പഠനഘട്ടങ്ങൾ പറയുന്നുണ്ട്. ആക്റ്റീവ് സ്റ്റേറ്റ്, ഇനാക്റ്റീവ് സ്റ്റേറ്റ്, സിംബോളിക്, ഐക്കോണിക്. ചിലപ്പോൾ ഇതിന്റെ മലയാളം പഠിച്ചു വെച്ചിട്ടുള്ള ഡൗട്ടോ, അവർക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. മലയാളം കൂടി ഞാൻ ആഡ് ചെയ്യാം. മാക്സിമം മലയാളം ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ടേംസ് കൂടുതലും ഇംഗ്ലീഷിൽ പഠിക്കാൻ ഞാൻ പറയുന്നത് അത് കണക്ട് ചെയ്ത് പോകാൻ കുറച്ചുകൂടി എളുപ്പമായി എന്നുള്ളത് കൊണ്ടാണ്. മലയാളമാണ് നിങ്ങൾക്ക് സിമ്പിൾ എങ്കിൽ മലയാളം കൂടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ താഴെ പറയുന്നതിൽ ബ്രൂണറുടെ പഠനഘട്ടത്തിൽ ഉൾപ്പെടാത്തത് എല്ലാവർക്കും അറിയാം, ആക്റ്റീവ് സ്റ്റേജ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. പിവൈക്യു ആയിട്ട് വന്നിട്ടുള്ളതാണ്. അത് പറയുന്ന അധിക ചോദ്യങ്ങൾ പിവൈക്യു ആയിട്ട് വന്നിട്ടുള്ള ഡയറക്റ്റ് ഇതാണ്, പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇത് 22ാമത്തെ ചോദ്യം, സോഷ്യൽ ലേണിംഗ് തിയറി ആരുടേതാണ്? സോഷ്യൽ ലേണിംഗ് തിയറിയുടെ വീഡിയോ കോഡ് വെച്ചിട്ട് തന്നെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അക്ലോറയുടെ കേറ്റഡ് ചാനലുണ്ട്, അതുപോലെ തന്നെ അക്ലോറയുടെ മെയിൻ ചാനലുണ്ട് കേട്ടോ. ഓക്കെ, ഏതാണ് അറിയാലോ? കറക്റ്റ് ആൻസർ ബന്ദൂരയാണ്. സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത് ബന്ദൂരയുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. 23ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്റലിജൻസ് ക്വോഷ്യന്റ് അഥവാ ഐക്യു ബുദ്ധിമാപനം കണ്ടെത്തിയതാരാണ്? ഞാൻ വീണ്ടും പറയുന്നു, ആ ഇന്റലിജൻസിന്റെ തിയറിയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ഹെഡിങ് ഒരു നോട്ടും വേണ്ട, ഒരൊന്നും വേണ്ട, കോഡ് മതി നിങ്ങൾക്ക് പഠിക്കാൻ. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആണ്, ഒരു സംശയവുമില്ല. അപ്പൊ ഐക്യു ഏതാണ്? ഒരു സംശയമില്ല, എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ടാവും. ആ വീഡിയോ കണ്ട ആളുകൾ ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. വില്യം സ്റ്റേൺ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. സ്റ്റേൺബർഗ് അല്ലെ, രണ്ടിലും സ്റ്റേൺ ഉണ്ട് കൂടെ കണക്ട് ചെയ്യുമ്പോൾ. പക്ഷെ വില്ല് പോലെ ക്യൂവിൽ എന്ത് ചെയ്യണം? വില്ല് പോലെ സ്റ്റേൺ ആയിട്ട് നിൽക്കണം. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓർക്കുക. അങ്ങനെ വരുമ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 24ാമത്തെ ചോദ്യം, കുട്ടിയുടെ മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചു വെക്കുന്ന റെക്കോർഡ് ഏതാണ്? മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചു വെക്കുന്നത് അനക്ഡോട്ട് റെക്കോർഡാണ്, ക്യുമുലേറ്റീവ് ആണോ, പോർട്ട്ഫോളിയോ ആണോ, സ്കൂൾ റെക്കോർഡാണോ? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്?
കറക്റ്റ് ആൻസർ വരുന്നത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മെത്തേഡ് PYQ ആയിട്ട് വന്നിട്ടുള്ളത് തന്നെയാണ്. ക്യുമുലേറ്റീവ് റെക്കോർഡാണ്. കുട്ടിയുടെ മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചു വെക്കുന്ന റെക്കോർഡ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് റെക്കോർഡാണ്. ദെൻ 25ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കുട്ടിയിലെ പഠന പോരായ്മയും ബുദ്ധിമുട്ടും അറിയുന്നതിന് നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? കൊച്ചിന്റെ ലേണിംഗിലുള്ള പോരായ്മ അറിയുന്നതിന് ടീച്ചർ നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണോ, ഇന്റലിജൻസ് ആണോ, ഡയഗ്നോസ്റ്റിക് ആണോ, തീമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ് ആണോ, ടാറ്റ് ആണോ? കറക്റ്റ് ആൻസർ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള PYQ ആയിട്ടുള്ള ചോദ്യമാണ്. സി ആണ് കറക്റ്റ് ആൻസർ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ദെൻ 26ാമത്തെ ചോദ്യം, ഫാദർ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നറിയപ്പെടുന്നത് ആര്? ഫാദർ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് PYQ പലതവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഡയറക്റ്റ് മെത്തേഡ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആൻസർ പറയുമ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്. ഏതാണ്? ഗോൾഡ്മാൻ. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഗോൾഡ്മാൻ ഓർക്കുക കേട്ടോ. അദ്ദേഹത്തിൻ്റെതാണ് ഇമോഷണൽ ഇന്റലിജൻസ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് അറിയപ്പെടുന്നത്. പോപ്പുലാരിറ്റി നേരിട്ടുള്ള അദ്ദേഹമാണ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ ആ തിയറിയിൽ. ഇനി ഒരു അമ്മ മകന് തന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുകയും മകളുടെ ആവശ്യങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. മകന്റെ ആവശ്യം കണ്ടറിഞ്ഞ് ചെയ്യുന്നു, മകളുടെ ആവശ്യം ഒഴിവാക്കുന്നു. ഡയറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കാം ഏതിനെ കുറിച്ചാണ് പറയുന്നത്. കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടാവും. ജെൻഡർ റോൾ ആണോ, ഐഡന്റിറ്റി ആണോ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് അല്ലെ? സി ആണ്. കാരണം വേർതിരിവാണല്ലോ, ആണിനോട് കാണിക്കുന്നു പെണ്ണോട് കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. 27ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ സി ആണ് വരുന്നത് കേട്ടോ. ഇനി 28ാമത്തത്, തൊണ്ടേക്ക് മുന്നോട്ട് വെച്ച ബുദ്ധി സിദ്ധാന്തം ഏതാണ്? തൊണ്ടേക്കിന്റെ ഏതാണ്? മൾട്ടി ഫാക്ടർ ആണോ, മൾട്ടിപ്പിൾ ആണോ, 2 ഫാക്ടർ ആണോ, 3 ഫാക്ടർ ആണോ? നിങ്ങൾക്ക് കൂടുതൽ സമയം വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചോ. ചിലപ്പോൾ ഒന്ന് ആലോചിക്കാൻ ടൈം വേണ്ടി വരും. ഓക്കെ, തോണ്ടേക്ക് അല്ലെ, തൊണ്ട ടി അങ്ങനെ ഓർത്താൽ മതി. മൾട്ടി ഫാക്ടർ തിയറിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 28ാമത്തേത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 29ാമത്തെ ചോദ്യം, സ്ത്രീ പുരുഷ പെരുമാറ്റത്തെ കുറിച്ചുള്ള സാംസ്കാരികമായ പ്രതീക്ഷയാണ് ഡാഷ്. ഏതാണ്? ജെൻഡർ ബയാസ് ആണോ, ജെൻഡർ റോൾ ആണോ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണോ, ജെൻഡർ ഐഡന്റിറ്റി ആണോ? അതായത് ഒരു സ്ത്രീ ഒരു പുരുഷൻ ഇങ്ങനെ ആകണമെന്ന് നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ സൊസൈറ്റി സമൂഹം പ്രതീക്ഷിക്കുന്ന ആ പ്രതീക്ഷയ്ക്ക് പറയുന്നതാണ് ജെൻഡർ റോൾ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇത്. ഡയറക്റ്റ് ആയിട്ട് തന്നെ പലതവണ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. 3ലും ചോദിച്ചിട്ടുണ്ട്, 4ലും 1ലൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ബി ആണ് കറക്റ്റ് ആൻസർ. ദെൻ 30ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. നിരന്തര പരിശീലനത്തിലൂടെ പഠനാനുഭവത്തെ നിലനിർത്തുക ഇത് തൊണ്ടേക്കിന്റെ ഏത് ആശയവുമായി ബന്ധപ്പെട്ടാണ്? നിരന്തര പരിശീലനം ആലോചിക്കുക. നിരന്തര പരിശീലനം ഉണ്ടെങ്കിൽ ആ പഠനാനുഭവം നമുക്ക് നിലനിർത്താൻ പറ്റും എന്ന് പറയുന്നത് ഏതാണ്? ഒരു സംശയമില്ല, ഉറപ്പില്ല, ഒരു സംശയമില്ല. ലോ ഓഫ് എക്സസൈസ് ആണ്, ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ് ആണ്, അഭ്യാസ നിയമം. കറക്റ്റ് ആൻസർ ബി ആണ് വരുന്നത്. സോ അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട സൈക്കോളജിയിലെ 7 ക്വസ്റ്റ്യൻ മെത്തേഡ് ഉണ്ട്. ആ 7 ക്വസ്റ്റ്യൻ മെത്തേഡിലെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ മെത്തേഡിലെ ക്വസ്റ്റ്യൻസ് ആണ്, PYQ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇത് എനിക്ക് തോന്നുന്നു ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇനി ബാക്കി പ്രധാനപ്പെട്ട ഒരു 6 മെത്തേഡ് കൂടി ഉണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ചെയ്യുന്നതാണ്. അതിൽ വന്നിട്ടുള്ള PYQ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടുപോകുക കേട്ടോ. അപ്പോൾ 30ൽ എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോക്ക് വേണ്ടി നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ കേറ്ററ്റുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു ക്ലാസ്, ഈ തുടർന്ന് വരുന്ന ക്ലാസ് നിങ്ങൾ കാണാം. ഓക്കെ, ഉപയോഗപ്പെടുത്താം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ആ ഒരു വിശ്വാസത്താൽ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി പുതിയൊരു ക്ലാസ്സുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.